മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമി മരുവിലുണ്ടോ? അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമി മരുവിലുണ്ടോ? മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. ഇരുട്ടിന്റെ ഭീകരദിനങ്ങൾ, ഭയത്തിന്റെ ഏകാന്ത നിമിഷം. ഇരുട്ടിന്റെ ഭീകരദിനങ്ങൾ, ഭയത്തിന്റെ ഏകാന്ത നിമിഷം. അരുമനാഥൻ തൻ അരികിലല്ലാതെ എവിടെ ഞാൻ പകർന്നിടും? അരുമനാഥൻ തൻ അരികിലല്ലാതെ എവിടെ ഞാൻ പകർന്നിടും? മനസ്സു തുറക്കുവാൻ ഒരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. രോഗത്തിൻ ഘോരവേദനയാ ദേഹം തളരുന്ന സമയം. രോഗത്തിൻ ഘോരവേദനയാ ദേഹം തളരുന്ന സമയം. അരുമനാഥൻ തൻ അരികിലല്ലാതെ അഭയമി മരുവിലുണ്ടോ? അരുമനാഥൻ തൻ അരികിലല്ലാതെ അഭയമി മരുവിലുണ്ടോ? മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാൻ ഒരിടം, ഹൃദയം പകരുവാനൊരിടം. ചേർന്ന് പഠിക്കേ. മനസ്സു തുറക്കുവാൻ ഒരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാൻ ഒരിടം, ഹൃദയം പകരുവാനൊരിടം. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ.
തുറക്കാനും ഹൃദയം പകരാനും ഒരു സ്ഥലം ഇവിടെ തരെ കർത്താവായ യേശു ഇരിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. യേശു ഇന്നലെ ഇന്നും എന്നേക്ക് അനന്യനായി നമ്മുടെ അടുക്കലുണ്ട്. എന്തെല്ലാം ഭാരത്തോടെ വന്നാലും ഈ ഭാരങ്ങളെല്ലാം ആർക്ക് ഇറക്കി കൊടുക്കണം? യേശു അപ്പച്ചനെ ഇറക്കി അങ്ങ് കൊടുത്തിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയം, സഭാപ്രസംഗിൽ പറയുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാ കാര്യവും എന്ത് ചെയ്യും? വിടുവിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുകളും തെറ്റുകളൊക്കെ വരുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അഥവാ ഒരു തെറ്റ് വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. പലപ്പോഴും നമ്മുടെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, സ്തോത്രം, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശുവേ, ആ രക്തം കൂടെ എന്നെ കഴുകി അവിടുന്ന് ശുദ്ധീകരിക്കണം. എനിക്ക് അറിവില്ലാത്ത സമയത്തും അറിഞ്ഞ സമയത്തും ഒക്കെ ഒരുപാട് പാപങ്ങളും തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു. അപ്പാ, യേശുപ്പനെ ഹിതമല്ലാതെ കരയിപ്പിച്ചിട്ടുണ്ട്. യേശുവേ, അവിടുത്തെ രക്തം കൂടെ എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ആരുടെ രക്തം നമ്മുടെ മേൽ വീഴും? യേശുവിൻ്റെ രക്തം വീഴും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും ആശ്രയിച്ചോളണം. എപ്പോഴും ആരിലാണ് ആശ്രയിക്കേണ്ടത്? യേശുവിൽ, യേശുവിൻ്റെ വചനത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ എപ്പോഴും ആശ്രയിച്ചോളണം. അങ്ങനെ ആശ്രയിക്കുന്നൊരു പൈതലിനെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയത്തില്ല. സഭാപ്രസംഗി പുസ്തകം പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നോക്കിയേ, എല്ലാത്തിനും ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് നടക്കേണ്ട ഓരോ കാര്യത്തിനും അതത് സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതത് സമയമാകുമ്പോൾ ദൈവം അതതിൻ്റെ കാര്യങ്ങൾ അതതിൻ്റെ രീതിയിൽ ചെയ്യും. ധൈര്യത്തോടെ പ്രത്യാശയോടെ വേണം മുന്നോട്ട് പോകാൻ. ഒരിടത്തും അധൈര്യപ്പെട്ടു പോകല്. അഭിഷേകമുള്ള പൈതലിനെ തകർക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയുള്ള പൈതലിനെ ഉടച്ചു കളയാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന പൈതലിനെ ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന പൈതലിനെ ദേശത്തിൻ്റെ അധിപതിക്ക് നല്ലവണ്ണം പരിചയമുണ്ട്. പ്രാർത്ഥിക്കുന്ന പൈതലിനെ ദൈവത്തിന് സ്വത്രം അന്ധകാര ശക്തികൾക്ക് നല്ലവണ്ണം പരിചയമുണ്ട്. അവൻ പറയും, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ആ വീട് പ്രാർത്ഥനയുള്ള വീടാണ്. ആ ഏരിയയിലോട്ട് പോകാൻ പറ്റത്തില്ല, ആ ഏരിയ പ്രാർത്ഥനയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഒരു ദേശത്ത് താമസിക്കുമ്പോൾ ആ ദൈവ പൈതലിന്റെ പ്രാർത്ഥന ആ ദേശത്തെ അന്തരീക്ഷത്തെ മൂടുകയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശത്തിലെ അന്തരീക്ഷം മുഴുവൻ അവൻ പ്രാർത്ഥനയുടെ സാന്നിധ്യം കൊണ്ടങ്ങ് നിറയുകയാണ്. പ്രാർത്ഥന നിറയുമ്പോൾ അന്ധകാര ശക്തികൾ ദൂരെ നിന്ന് അലറി അവൻ ഓടാൻ തുടങ്ങും. നമുക്കെതിരെ വരുന്ന ഒരായുധവും, ദൈവമക്കൾക്കെതിരെ വരുന്ന ഒരായുധവും അത് ഫലിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നൊരു തലമുറ, ഹല്ലേലൂയ, മുട്ടുമടക്കുന്ന ഒരു തലമുറ, അഭിഷേകമുള്ള ഒരു തലമുറ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ചില എസ്തർമാർ മുട്ടുമടക്കി കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ചില എസ്തർമാർ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ദെബോറമാർ ആലോചന പങ്കുവെക്കാം. ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച ആലോചന പ്രാപിച്ച് ചിലത് കൈമാറാൻ അഭിഷേകമുള്ള ചില ദെബോറമാർ നമ്മുടെ സഭയ്ക്കകത്ത്, അഭിഷേകമുള്ള മക്കൾ എഴുന്നേറ്റ് വരട്ടെ. ആത്മാവിൽ പ്രവചിക്കുന്ന, ആത്മാവിൽ ശക്തമായി ദൂതുകൾ വിളിച്ചു പറയുന്ന, ആത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് ആത്മാവിന്റെ ബലത്തോടെ ഈ അന്ത്യനാഴികളിൽ ദൈവശബ്ദം കേട്ട് അതേ ശബ്ദം വിളിച്ചു പറയുന്ന ഒരു ചില ദെബോറമാർ നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന്. ഓ സ്തോത്രം. ഫിലിപ്പോസിന്റെ 4 മക്കൾ പ്രവാചകിമാരായിരുന്നു. ആത്മാവിൽ പ്രവചിക്കുന്ന, പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന മക്കൾ നമ്മുടെ സഭയ്ക്കകത്ത്. പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ. പ്രവാചകിമാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ദാൻ മുതൽ വർഷം വരെ ശമൂവേൽ വിശ്വസ്ത പ്രവാചകനായി കുഞ്ഞുനാളിലെ ദൈവശബ്ദം കേട്ട് പ്രവചിച്ചതുപോലെ നമ്മുടെ ആലയത്തിനകത്തും ദൈവശബ്ദം കേട്ട് അതുപോലെ വിളിച്ചു പറയുന്ന പ്രവാചകിമാർ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ അസ്ഥി ജീവിക്കുമോ? യെഹെസ്കേൽ എന്ന പ്രവാചകനോട് ദൈവം ചോദിച്ചു, മോനെ, ഈ അസ്ഥി ജീവിക്കുമോ? ജീവൻ നഷ്ടപ്പെട്ട് ആത്മീക മണ്ഡലം പൊളിഞ്ഞ് ക്രിസ്തുവിനെ ആരാധിക്കാൻ കഴിയാതെ എവിടൊക്കെ വഴിതെറ്റി കരിക്കട്ടെ ചിലതിനെ ആത്മാവിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അധികാരമുള്ള ചില മക്കൾ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ദൈവശക്തി ഇറങ്ങുന്നു, ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നു, ആത്മാവിന്റെ വലിയൊരു ദൈവശക്തി ഇറങ്ങുന്നു ഓരോരുത്തരുടെ മേലും. ഈ കാലഘട്ടത്തിൽ കർത്താവിനായിട്ട് എഴുന്നേൽക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുള്ളവർ നമ്മുടെ സഭയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ആത്മാവിന്റെ ബലത്തോടെ എഴുന്നേറ്റ് വരട്ടെ. ആത്മാക്കളെ വിവേചിക്കാൻ അധികാരമുള്ളവർ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് വിവേചിക്കത്തക്ക വരമുള്ളവർ. ഓ ജീസസ്. ദൈവത്തിന് മകത്വം.
ദൈവത്തിന് മകത്വം. ആത്മാക്കളെ വിവേചിക്കാൻ വരമുള്ളവർ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വരട്ടെ. രോഗശാന്തിയുടെ വരം പ്രാപ്തർ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ദൈവവചനം പ്രസംഗിക്കാൻ പ്രാഗൽഭ്യമുള്ളവർ, ആത്മാവിൽ പ്രസംഗിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. വ്യത്യസ്തമായ കൃപാവരമുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. വെളിപ്പാടുകൾ കാണട്ടെ, വെളിപ്പാടുകൾ കാണട്ടെ, ദർശനങ്ങൾ കാണട്ടെ, വെളിപ്പാടുകൾ കാണട്ടെ. ഓ സ്തോത്രം, ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിയിൽ അഭിഷേകം പകർന്നതുപോലെ ഇന്ന് ഈ ആലയത്തിനകത്ത് വിശ്വസിക്കുന്ന ദാഹിക്കുന്ന ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കാൻ വന്നിട്ടുണ്ട്. കെട്ടുകളെ പൊട്ടിച്ച് അഭിഷേക തൈലം പകർന്ന് ഇരട്ടി ബലത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗ്ഗം ഇതിനകത്ത് താഴെ വന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കുന്നതിന് ഒതുക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നതിന്റെ ഭവനത്തിനകത്തുള്ള ഇരുട്ടിന്റെ ശക്തി ഓടിക്കൊണ്ടിരിക്കും. ആ ഭവനം മാത്രമല്ല, ദേശം ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമായി മാറും. ശത്രുവിന്റെ ദേശത്ത് അടുക്കാൻ പറ്റത്തില്ല. കുടുംബങ്ങൾക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ജീവിതത്തിനകത്ത് കുറവുകൾ ഉണർന്ന്, തെറ്റുകൾ ഉണർന്ന് ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറിയാൽ ആളിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ഇസഡ് മേഖലക്കകത്തും, അതെ 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 അതെ, സകല മേഖലകൾക്കകത്തും ഒരു മാറ്റം വരുത്തുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന പൈതലെ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. മണിക്കൂറുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ, ക്രിസ്തുവിന്റെ കൃപയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ആ പൊന്മുഖം കണ്ട് പ്രാർത്ഥിക്കുവാൻ, ആ പൊന്മുഖം കണ്ട് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥിക്കുന്നതിന്റെ മറുപടി ആ ശബ്ദം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ. ഒരുവൻ അടുത്തിരുന്ന് സംസാരിക്കുന്ന ശബ്ദം യേശുവിന്റെ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കും. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ, പോരാടി പ്രാർത്ഥിക്കുവാൻ, പോരാടി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ, വെളിപ്പാട് കണ്ട് പ്രാർത്ഥിക്കുവാൻ, വെളിപ്പാട് കണ്ട് പ്രാർത്ഥിക്കുവാൻ, ദർശനങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുവാൻ. ഓ ആമേൻ, ആമേൻ, ആമേൻ. ദർശനങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുവാൻ, ദർശനങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുവാൻ, ദർശനങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുവാൻ. ഓ ദുഷ്ടമണ്ഡലങ്ങളെ, ഓ കണ്ടവയെ ശാസിച്ച് പ്രാർത്ഥിക്കുവാൻ, വ്യക്തികളെ ഒതുക്കി വച്ചിരിക്കുന്ന രഹസ്യ പദ്ധതികളെ ആത്മാവിൽ വെളിപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ. അതെ 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 അതെ. ദൈവം നാമ മഹത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് എല്ലാം ചെയ്യുവാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എല്ലാം ചെയ്യുവാൻ. ഹല്ലേലൂയ. ശത്രുവിന്റെ പിടി എവിടെയെന്ന് ആത്മാവിൽ കണ്ടുവെട്ടി പ്രാർത്ഥിക്കാൻ. ഓ ജീസസ്, 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 ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ അണലി തൂങ്ങിയാലും അവൻ കുടഞ്ഞു കളഞ്ഞിട്ട് ആ ദേശത്തിന്റെ ശക്തിയെ തീക്കകത്ത് കത്തിച്ചിട്ട് ആത്മാവിന്റെ ബലത്തോടെ ആ ദേശത്തുള്ള ഒരു കൂട്ടം പേരെ കൊണ്ട് അപ്പന്റെ പാതയിലെത്തിക്കാൻ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ചിലതെല്ലാം പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ തൂങ്ങും. തൂങ്ങുന്നത് വേറെ ഒന്നിനുമല്ല, ആ ദേശത്തിന്റെ ശക്തിയെ കുടയാൻ. ആമേൻ, ആമേൻ. ഓ നിന്റെ കൈമേൽ തൂങ്ങുന്നത് വെറുതെ അല്ല. നീ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ ദേശത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലത് തൂങ്ങിയെന്ന് വരും. നിന്നെ തൊടത്തില്ല, അതിനെ നീ തീയിൽ കൊടയും. ആ ദേശം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടും, ആ ദേശം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടും, ആ ദേശം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടും. ഓ ജീസസ്, ജീസസ്. ഓ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ കാരാഗ്രഹത്തിന് ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ ചങ്ങലയ്ക്ക് ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ മുറിക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ കോട്ടയ്ക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ അതിരിട്ട് ഒതുക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ ഓ സ്തോത്രം എന്ത് ചെയ്ത് ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ സകല കെട്ടുകളെ പൊട്ടിച്ച് വെളിയിൽ വന്നിരിക്കും. ഓ തീ 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 തീ. സിംഹക്കൂട്ടിന് പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല, കാരാഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല. ഓ പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ കഴിയത്തില്ല. ദുർവർത്തമാനം പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല. ആമേൻ. അനാവശ്യ വാക്കുകൾ, ഓ സ്തോത്ര, ഹല്ലേലൂയ, നിന്ദകൾ, ദുഷികൾ, പരിഹാസങ്ങൾ പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ നാൾക്ക് നാൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും, മേൽക്ക് മേലെ ബലപ്പെട്ടുകൊണ്ടിരിക്കും, മേൽക്ക് മേൽ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കും, മേൽക്ക് മേൽ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും, മേൽക്ക് മേൽ കൃപാവരങ്ങൾ ജ്വലിച്ചോ. ഓ ശത്രുവിന്റെ പദ്ധതികൾ ഉടഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നതിന് പിശാചിന് തൊടാൻ പറ്റത്തില്ല. ഓ ദുഷ്ടമണ്ഡലങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന പൈതലെ, പ്രാർത്ഥിക്കുന്ന പൈതലെ, നിന്നെ അന്ധകാര ശക്തിക്ക് പരിചയമുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഓ ആത്മാവിൽ പ്രാർത്ഥിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവശക്തിയിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുക. ഓ സ്തോത്ര. വെളിപ്പാടുകൾ കണ്ടു പ്രാർത്ഥിക്കുക, വെളിപ്പാടുകൾ കണ്ടു പ്രാർത്ഥിക്കുക, ദർശനങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുക. ഓ ശത്രുവിന്റെ പദ്ധതികൾ ആത്മാവിൽ കണ്ടു ഓ പ്രാർത്ഥിക്കുന്ന പൈതലിനെ ചങ്ങലക്ക് ഒതുക്കാൻ കഴിയത്തില്ല. ചങ്ങല പൊട്ടി തകരും, പൊട്ടി തകരും. പ്രാർത്ഥിക്കുന്നവനെ കാരാഗ്രഹത്തിന് ഒതുക്കാൻ പറ്റത്തില്ല. ഓ കാരാഗ്രഹം തകരും.
തകരും, കാരാഗ്രഹം തകരും, 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 തകരും. ആമേൻ, ആമേൻ, ആമേൻ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എവിടെ കൊണ്ട് ഒതുക്കാൻ നോക്കിയാലും അവിടെ നിന്ന് ഒരു കൂട്ടം പേര് കൂട് മുളച്ചു വരും പോലെ ക്രിസ്തുവിന്റെ പാടന്മാരെ ആമേൻ, ആമേൻ, എഴുന്നേൽപ്പിച്ചിട്ടേ പുറത്ത് വരൂ. ആമേൻ. ഒരു ദൈവവചനം എവിടെയെങ്കിലും ഒതുക്കാൻ നോക്കിയാൽ ആ ദൈവവചന ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് പുറത്ത് വരുമ്പോൾ ആ ദേശത്തിലുള്ള ചിലതിനെ കൊണ്ടേ വരൂ. നമ്മളെ വിളിച്ച ദൈവമത്രേ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, വാക്ക് മാറാത്ത ദൈവം. ആമേ. കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിറയ്ക്കുവാൻ മതിയായ ദൈവം. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം പേര് കർണസമ്പന്നാകുന്ന ദൈവത്തിന്റെ രാജ്യത്തിലാക്കുവാൻ എന്നെ നിന്നെ ദൈവം കണ്ടിരിക്കുന്ന പൈതലേ. ഹല്ലേലൂയ. ഇരുട്ടത്ത് കിടക്കുന്ന, വലത് ഇടതും അറിഞ്ഞുകൂടാതെ, സത്യം അറിഞ്ഞുകൂടാതെ കിടക്കുന്ന ഒരു കൂട്ടം പേരെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ എത്തിക്കുവാൻ എന്നെ നിന്നെ ദൈവം കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങി നടക്കേണ്ടവരല്ല, മറന്ന് നടക്കേണ്ടവരല്ല. ആത്മാവിൽ ജാഗരിപ്പാൻ, ആത്മാവിൽ പോരാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവശക്തിയിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ. ജീസസ്, ജീസസ്, ജീസസ്. പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ തകരും. പ്രാർത്ഥന റൂമിനകത്ത്, ഭവനത്തിന്റെ റൂമിനകത്ത് വെളിപ്പെടുമ്പോൾ ഭവനത്തിനെതിരെയുള്ള എല്ലാ ഇരുട്ടുകളും ഇറങ്ങി ഓടും. ആമേൻ. ശത്രു വിരിച്ച വലകൾ കാത്തി എരിഞ്ഞമരും. തലമുറകളെ കെട്ടിപ്പൂട്ടിയ ബന്ധനങ്ങൾ കാത്തി എരിഞ്ഞമരും. കുടുംബ സമാധാനത്തെ കെടുത്തുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കാത്തി എരിഞ്ഞമരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്കറിയാം. അവസാന അധ്യായത്തിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലിനെ തകർക്കാൻ നോക്കി. ഹല്ലേലൂയ. കപ്പലിൽ കയറി, കപ്പലിന് പ്രശ്നം വന്നു, കപ്പലിന് പ്രശ്നം വന്നു, കപ്പലിന് പ്രശ്നം വന്നു. പ്രശ്നം വന്നിട്ടും തകർന്നില്ല. കപ്പലിന് പ്രശ്നം വന്നിട്ടും കപ്പൽ തകർന്നില്ല. കപ്പലിന് പ്രശ്നം വന്നിട്ടും കപ്പൽ തകർന്നിട്ടും കപ്പലിൽ നിന്ന് ആൾക്കാർക്ക് ഒരു ദോഷവും വന്നില്ല. കാരണം കപ്പലിൽ നിന്ന് ഇളകി തെറിച്ചൊരു പീസ് പലക മതി. ദൈവവചനത്തിൽ സഞ്ചരിക്കാൻ ഒരു പലക മതി. ഒന്നുപോലും നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കുന്ന പൈതലേ, നിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി പറയും, സ്തോത്രം, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഒന്നിനൊരു ദോഷം വരുന്നില്ല, ഒന്നിനൊരു ദോഷം വരികയില്ല. ഈ ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലേ, പ്രാർത്ഥിക്കുന്ന പൈതലേ, നിന്റെ യാത്രയുടെ നടുവിൽ ശത്രു നിന്നെ തകർക്കാൻ നോക്കിയാൽ ഉടയാൻ പോകുന്നില്ല. കാരണം നിന്നെ വിളിച്ചത്, നമ്മെ വിളിച്ചത് ദൈവമാണെങ്കിൽ അന്ത്യം വരെ നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്, വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്, വിശ്വസ്തൻ തന്നെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 27-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, പ്രശ്നം വർദ്ധിച്ചു, പ്രതിസന്ധി വർദ്ധിച്ചു. 27-18 മുതൽ വായിക്കുമ്പോൾ അവർ സഞ്ചരിച്ച കപ്പൽ തകർന്നു, കാറ്റടിച്ചു, അത്യന്തം അലയുന്നു. അവർക്കറിയത്തില്ല, ഈ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വായിച്ച് 8-18 മുതൽ വായിച്ച് 27-18 മുതൽ. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടുകളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട്. സൂര്യനെ കാണാനില്ല, പിന്നെ നക്ഷത്രങ്ങളെ, ഇരുട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും കാണാനില്ല, ഒന്നും അറിയാൻ പാടില്ല. വെള്ളത്തിനകത്തുള്ള അകപ്പെട്ടാലുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അടുത്ത വരി. കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും എല്ലാം നഷ്ടപ്പെട്ടു. രക്ഷപ്പെടും എന്നുള്ളൊരു ആശ നഷ്ടപ്പെട്ടു. അപ്പോഴും പ്രാർത്ഥിക്കുന്ന മകനെ, പ്രാർത്ഥിക്കുന്ന മകളെ, ദൈവം അറിയാതെ നിനക്ക് ഒരു ദോഷവും, നീ ഏതൊക്കെ തിരക്കകത്ത് അകപ്പെട്ടു പോയാലും, ഏതൊക്കെ തീക്കകത്ത് വീണു പോയാലും, ദൈവം അറിയാതെ, ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കാം. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം, അവൻ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിൽ അല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണനെ, കപ്പലിൽ പോയാലും,
നിന്നെ വിടാത്തൊരു ദൈവം പിടിച്ചിട്ടുണ്ട്. എത്ര ഉറപ്പുണ്ട്? പിടിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഭാരത്തോട് വേദനയോട് വന്നിരിക്കുന്ന പൈതലെ, അപ്പച്ചൻ വിളിച്ചിറക്കിയതാണെങ്കിൽ, നിന്നെ എന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കരം നമ്മുടെ മേലെ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പേടിക്കണ്ട. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ ആരുടെയും പ്രാണനെ ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ ഉള്ളൂ. വെള്ളത്തിനകത്താണ്. അപ്പോഴും ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇതിൽ സഞ്ചരിക്കുമ്പോഴും നിന്റെ കൂടെ വരുന്നില്ല ജനം, അതിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുക. അത് ദാനം. ആമേൻ, 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 ആമേൻ. യോഹന്ന സുവിശേഷം വായിക്കുമ്പോൾ 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ശമരിയ സ്ത്രീയോട് യേശു പറയുന്നു, നീ ദൈവം കുഴപ്പം വരുന്ന ദൈവം അറിയാതല്ല, എല്ലാം ദൈവം അറിഞ്ഞിട്ടേ വരൂ. പക്ഷെ അതിൻ്റെ നടുവിലും ചില വഴികൾ, ചില പഴുതുകൾ, ചില റൂട്ടുകൾ, ചില സ്വത്ര പദ്ധതികൾ ദൈവം നിനക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരിടം കത്തി നശിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഏതുവരെ എത്താൻ ദൈവം കണ്ടിട്ടുണ്ടോ അതുവരെ എത്തിക്കുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പതറിപ്പോകല്. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതി വായിച്ചേ. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. എന്നോട് കണ്ടോ, ഉറപ്പ് വേണം. അപ്പോസ്തലന് ഒരു ഉറപ്പുണ്ട്. എന്നോട് അരുളി ചെയ്തതിന് അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞതിന് അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞതിന് അപ്പുറത്തൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം അറിയാതെ ഒന്നുമില്ല. ദൈവം പറഞ്ഞതിന്റെ അപ്പുറത്ത് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. അടുത്തവരി. എന്നോട് അരുളിച്ചത് പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ വീഴേണ്ടതാകുന്നു. എങ്കിലും ഒരു ദ്വീപിന്മേൽ എന്ത് ചെയ്യും? മുട്ടി വീഴും. പക്ഷെ നീ തകരത്തില്ല. അവിടെ ഒരു വിടുതൽ, അവിടെ ഒരു നന്മ, അവിടെ നിന്നിലൂടെ ദൈവ പ്രവൃത്തി ദൈവം വെച്ചിട്ടുണ്ട്. പേടിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. 14-ാം രാത്രിയായപ്പോൾ. എത്രാമത്തെ രാത്രിയായി? നമ്മളാണെങ്കിലോ 14 മിനിറ്റ് ഇരിക്കില്ല. പിന്നെയാണ് 14 രാത്രി. 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയക്കടലിൽ അലയുന്നേരം കണ്ടോ, അലയുകയാണ്. അടുത്ത് അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയം ഇട്ട് 20 മാറെന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ട് 15 മാറെന്ന് കണ്ടു. പാറസ്ഥലങ്ങൾ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 അങ്കൂരം ഇട്ട് നേരം വെളിപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്തുന്നു നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോന്നി കടലിൽ ഇറങ്ങി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറ് അർത്ഥ അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നു. ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. 14 ദിവസം കൊണ്ട് ഭക്ഷണമില്ലാതെ കഴിയുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഈ പ്രതികൂലത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ആമേൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഇത് ഇടിക്കും, ഇത് തകർന്നാലും ഒറ്റ വ്യക്തിക്ക് ഒന്നും വരത്തില്ല. ഭക്ഷണം കഴിക്കുക. ധൈര്യപ്പെട്. നീ പേടിക്കുന്ന വിഷയം നിനക്ക് വരികയില്ല. നീ ധൈര്യപ്പെട്. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ അവരുടെ നടുവിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അടുത്തവർ വായിച്ചേ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? തലയിലൊരു രോമത്തിന് പോലും അപ്പനറിയാതെ, ദൈവം അറിയാതെ തലയിലെ മുടി, ഒരു ദൈവവൈദ്യ തലയുടെ മുടി എണ്ണി വെച്ചിരിക്കുകയാണ്. ദൈവം അറിയാതെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഈ പ്രതിസന്ധിക്കകത്ത് ഇത്രയും രാത്രിയും പകലും ഒരേ കണക്കിന് ദിവസങ്ങൾ കൊണ്ട്, ആഴ്ച കൊണ്ട് ഈ വെള്ളത്തിനകത്ത് അകപ്പെട്ട് കിടക്കുകയാണ്. ഒരു പഴുതുമില്ല രക്ഷപ്പെടുമെന്ന്. എല്ലാം തീർന്നു പോകുന്നു കിടക്കുമ്പോഴും അപ്പോസ്തലൻ വിളിച്ചു പറയുന്നൊരു വാക്ക് കണ്ടോ? അപ്പോസ്തലന്റെ നാവിൽ, അപ്പോസ്തലന്റെ മേൽ അപ്പോസ്തലൻ പ്രാപിച്ച ആ ദൈവശക്തി അത് വേറെയാണ്. ആമേൻ. ദൈവത്തിന്റെ വാക്കുകൾ പ്രാപിച്ചവൻ, അവൻ പറയുന്ന വാക്ക് നിന്റെ തലയിലെ ഒരു മുടി പോലും കണ്ട
കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ, വരി ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്ത വരി. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. നിശ്ചയം ഉറപ്പിച്ചുണ്ടോ? അടുത്ത വരി. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക, ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു. എല്ലാവർക്കും ധൈര്യം വന്നു. കണ്ടോ? വചനം കൊടുത്തു, പ്രാർത്ഥിച്ചു, അപ്പം നുറുക്കി കൊടുത്തു. ഒരു ദൈവ പൈതന്റെ ഡ്യൂട്ടി ഇതാണ്. ഒരു ദൈവ മകന്റെ ഡ്യൂട്ടി, ഒരു ദൈവ മകളുടെ ഡ്യൂട്ടി. ആമേൻ. തളർന്നിരിക്കുന്നവനെ വീണ്ടും തളർത്തുകയല്ല, അവയുടെ നടുവിലും ആത്മാവിൽ നിറഞ്ഞ് ആമേൻ പ്രാർത്ഥനയോടെ അപ്പമെടുത്ത് നുറുക്കി കൈമാറുമ്പോൾ ചില ദൈവ പ്രവർത്തികൾ അവിടെ വെളിപ്പെടും. ഈ നാളുകൾ ദൈവ പൈതലെ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ഹല്ലേലൂയ. പ്രതികൂലം കണ്ട് പേടിക്കല്ലേ, ഈശാന മൂലം കണ്ട് പേടിക്കല്ലേ, പ്രതിസന്ധി കണ്ട് പേടിക്കല്ലേ. ഹല്ലേലൂയ. ഏതൊക്കെ പോരാട്ടം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു തലമുടി പോലും എണ്ണിയിരിക്കുന്ന ദൈവം പറയും, മക്കളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ധൈര്യപ്പെട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി അടുത്ത വാക്യം വായിച്ചേ. എല്ലാവരും ധൈര്യപ്പെട്ടു, ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആൾ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 276 കപ്പലിനകത്ത് ആരെ കയ്യിൽ ദാനം ചെയ്തിരിക്കുന്നു? എത്ര എണ്ണം? 276. എവിടെ പോകുമ്പോഴും നിന്റെ കയ്യിൽ ചില ദാനം ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഞാൻ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ദാനം ചെയ്യാൻ ദൈവത്തിന് ചിലതുണ്ടെന്ന് അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതലിന് എവിടെ പോയാലും ചിലതിന് ദാനം ചെയ്തിരിക്കും. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിക്കാൻ, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ നിറച്ചെത്തിക്കാൻ, അവരെയും കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. പൈതലെ, ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കുവാൻ, യേശുപ്പൻ ആരെന്ന് കാണിച്ചു കൊടുക്കുവാൻ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. അന്ത്രയോസും മറ്റേ ശിഷ്യനും അടുത്ത് നിൽക്കുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് വിരൽ ചൂണ്ടി കാണിച്ചു, ദേ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് കേട്ട ഉടനെ യോഹന്നാനെ വിട്ട് ജനം യേശുവിന്റെ പുറകെ പോയി. ഇതാണ് എൻ്റെ നിങ്ങളുടെ ശുശ്രൂഷ. അല്ലെങ്കിൽ മനുഷ്യൻ ആശ്രയിക്കുന്ന ജനത്തെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക, ലോകത്തിൽ ആശ്രയിക്കുന്ന ജനത്തെ യേശുവിനെ കാണിച്ചു കൊടുക്കലാണ് എന്നെ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം. അല്ലേ ലൂയ. അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഈശാന മൂലനുണ്ട്. എത്രയോ ദിവസം കൊണ്ട് സ്വത്രം വെളിച്ചം കാണാതെ അവര് കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോഴും ദൈവം പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ ദൈവ ശബ്ദം കേട്ടോണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്നവൻ ഓരോ സെക്കൻഡും കടലിനകത്തും പടക് തകരുമ്പോഴും തകർന്ന് തരിപ്പണമാകുമ്പോഴും അവന്റെ കൂടെ ദൈവം. ഹല്ലേലൂയ. ദൈവം കൈവിട്ടോ? ഇല്ല, ദൈവം കൈവിട്ടില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് വായിച്ചേ. അടുത്ത വാക്യം. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞു കപ്പലിന്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു നങ്കൂരം അറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടും അഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിൽ മേൽ ചെന്നു കയറിയ കപ്പൽ അടിഞ്ഞ് അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി. അമരം തിരയുടെ കേമാത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ഈ ഉടഞ്ഞു പോയതുപോലത്തെ അമരത്തിലാണ് എപ്പോഴും ഇവിടെ ആര് കിടക്കുന്നത്? ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി. പലകമേലും കപ്പലില്ലെങ്കിലും പലകത്തുണ്ടെങ്കിലും മതി. നിങ്ങൾക്ക് മനസ്സിലായോ? നീന്തൽ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, പക്ഷേ അറിവുള്ളൊരു ദൈവം ചില പലകയെങ്കിലും, മനസ്സിലാകുന്നുണ്ടോ? നിന്നെ തകർക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പലകത്തുണ്ടം പോലും ദൈവത്തിന് വേണ്ട നിന്നെ അക്കരെ എത്തിക്കുവാൻ അല്ലെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ഒന്നുകൂടെ വായിച്ചേ, ആ വരി ഒന്നുകൂടെ വായിച്ചേ. ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി. കണ്ടോ, അവർക്ക് നീന്താനൊന്നും അറിയത്തില്ല, കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. എത്തുവാനും. കണ്ടോ, ചിലതിന്റെ ഏതെങ്കിലും ഒരു തുമ്പ് ദൈവം അവിടെ ഇട്ടിരിക്കും. ഏതെങ്കിലും ഒരു തുമ്പ് ദൈവം അവിടെ സ്തോത്രം ഇട്ടിരിക്കും. പേടിക്കേണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം ഭാഗത്തോട് ഞാനും നിങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ നടന്നു പോയില്ലേ? അവിടെയൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ, എവിടെയെല്ലാം ദൈവം നമ്മളെ നടത്തിയെന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. ഇതുവരെ കർത്താവല്ലേ നമ്മളെ കൊണ്ടുവന്നത്? ഓർത്തു നോക്കുമോ നിനക്കോർക്കാതിരിക്കുവാൻ
കഴിയുമോ? ഓർത്തു നോക്കുമോ? ഓർത്തു നോക്കുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമുടുപ്പിച്ചതും, നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമുടുപ്പിച്ചതും, നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ? ഓർത്തു നോക്കുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ? ഓർത്തു നോക്കുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? വിണ്ണിലെ മഹത്വം വിട്ടിറങ്ങി വന്നതും മൺമയനെ വിണ്മയനാക്കി മാറ്റുവാൻ, വിണ്ണിലെ മഹത്വം വിട്ടിറങ്ങി വന്നതും മൺമയനെ വിണ്മയനാക്കി മാറ്റുവാൻ, ക്രൂശിലെ മരണത്തോളം പാണുവന്നതും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ക്രൂശിലെ മരണത്തോളം താണുവന്നതും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ? ഓർത്തു നോക്കുമോ? 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 നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കിയ കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം, ഏതെല്ലാം സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ, എവിടെയെല്ലാം നമ്മൾ ഏതൊക്കെ ഭാഗത്ത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവിടെയെല്ലാം എൻ്റെ ദൈവം ഇറങ്ങി വന്ന് രക്ഷിച്ച വിധങ്ങൾ ഓർത്താൽ, ഏറ്റവും കൊടും പാപിയായിട്ട് ആ നിത്യദണ്ഡനത്തിനകത്ത് പോകേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് രക്ഷിച്ച ആ സ്നേഹം ഓർത്താൽ, ഓ രട്ടഴിച്ചത് ഓർത്താൽ, ആ വിലാപങ്ങളെ മാറ്റി നൃത്തമാക്കിയത് ഓർത്താൽ, സന്തോഷവും സമാധാനം നൽകിയത് ഓർത്താൽ, തീർന്നെന്ന് പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങിയത് ഓർത്താൽ, ആ രക്തം കൊണ്ട് കഴുകിയത് ഓർത്താൽ, ആർക്കും തൊടാൻ പറ്റാത്ത എന്നെ യേശു ചേർത്ത് പിടിച്ചത് ഓർത്താൽ, കണ്ണുനീര് ഒപ്പിയത് ഓർത്താൽ, എല്ലാവരും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ സ്ഥാനത്ത് ചേർത്ത് പിടിച്ച് മക്കളെ ഞാനുണ്ടെന്ന് പറഞ്ഞത് ഓർത്താൽ, എല്ലാവരും കല്ലെറിഞ്ഞ സ്ഥാനത്ത് സ്വത്രം അവിടെയും മക്കളെ ഇനി നീ പാപം ചെയ്യണ്ട, എൻ്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞത് ഓർത്താൽ, സ്വത്രം ആ സ്നേഹം തന്ന് നിറച്ചത് ഓർത്താൽ, രാത്രി ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞപ്പോൾ അവയുടെ നടുവിൽ ആ കട്ടിലിൻ്റെ അടുക്കൽ ആരും വന്ന് നോക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് അവിടെ വന്ന് ഓ കണ്ണീര് തുടച്ചത് ഓർത്താൽ, ഓ പുതുമയോടെ പുറത്തിറക്കിയത് ഓർത്താൽ, സ്തോത്രം. ഓർത്തു നോക്കിയാൽ, ചിന്തിച്ചാൽ അന്തമില്ലാത്ത നിലവാരത്തിൽ നമുക്ക് വേണ്ടി യേശു എന്ത് ചെയ്തു? തകർന്നു ഉടഞ്ഞു മരിച്ചു. എന്നെയും നിങ്ങളെ നേടി ആ സ്നേഹം ഓർത്താൽ, സ്തോത്രം, എങ്ങനെ ഓർക്കാതിരിക്കാൻ പറ്റും? അത്രമാത്രം യേശു നമ്മളെ സ്നേഹിച്ചു.